മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ 5 പ്രാധാന്യമുള്ള വ്യക്തിത്വങ്ങളെ അനുസ്മരിക്കുന്ന പരിപാടിയാണ് ദാറുൻ നജാത്തിൻ്റെ വാർഷികം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സയ്യിദ് അബ്ദുറഹ്മാൻ ബിനു മുഹമ്മദ് ഹാമിദ് ബാ അലവി വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. മൂന്നാമത്തേത് ബഹുമാനപ്പെട്ട പുതിയറ സുലൈമാൻ മുസ്ലിയാരാണ്. നാലാമത്തേത് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരാണ്. അഞ്ചാമത്തേത് നമ്മുടെ ഏവരുടെയും ഗുരുവര്യരായിരുന്ന ബഹുമാനപ്പെട്ട KT മുഹമ്മദ് എന്ന മാനു മുസ്ലിയാരാണ്. പ്രാധാന്യങ്ങൾക്ക് ചില പ്രത്യേക അടിസ്ഥാനങ്ങളുണ്ട്. ഒരു നാടിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒന്നുകിൽ ആ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ നേരത്തെ ജീവിച്ച് മൺമറഞ്ഞു പോയവരോ ആയ ചില മഹത്തുക്കളുടെ പ്രത്യേകതയായിരിക്കും ഒരു നാടിനുണ്ടായിരിക്കുക. ഉദാഹരണമായി മദീന എന്ന് പറഞ്ഞാൽ നല്ല അജ്വ എന്ന ഈത്തപ്പഴുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉറങ്ങുന്നുണ്ടെന്നാണ്. ഒരു നാടിൻ്റെ പ്രത്യേകത ഒരു മനുഷ്യനായിരിക്കും. മമ്പർ എന്ന് പറഞ്ഞാൽ മമ്പറത്തെ പള്ളിൻ്റെ ബാക്കിൽ കൂടെ ഒരു പാലുണ്ട്, ആ പാലത്തമ്മ കൂടിയ മിനി ബസ് പോണുണ്ട് എന്നല്ല. മമ്പറത്തെ തങ്ങൾ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ കിടക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ ഏതൊരു നാടിനെ നമ്മൾ പരിശോധിച്ചാലും പുത്തമ്പള്ളി എന്ന് പറഞ്ഞാൽ വിഷത്തിന് ചികിത്സിക്കുന്ന ഒരു ആശുപത്രി അവിടെ ഉണ്ട് എന്നല്ല. പുത്തമ്പള്ളി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ എന്ന ഒരാൾ അവിടെ കിടക്കുന്നുണ്ട് എന്നതാണ് ആ നാടിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ഏതൊരു നാടിൻ്റെയും പ്രാധാന്യത്തെ നമ്മൾ പരിശോധിച്ചാൽ ഒന്നുകിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ നേരത്തെ ജീവിച്ച് മൺമറഞ്ഞവരോ ആയ ചില മഹത്തുക്കളായിരിക്കും ആ നാടിൻ്റെ പ്രത്യേകത. കരുവാരക്കുണ്ട് എന്ന് പറഞ്ഞാൽ ആ നാടിൻ്റെ പ്രത്യേകത പഴയകാലത്ത് ചന്ത ഉണ്ടായിരുന്നു എന്നല്ല, KT മാനു മുസ്ലിയാർ എന്ന ഒരാളുണ്ടായിരുന്നു എന്നതാണ്. ഇങ്ങനെ എല്ലാ പ്രാധാന്യങ്ങൾക്കും ചില പ്രത്യേക അടിസ്ഥാനങ്ങളുണ്ട്. ഈ അടിസ്ഥാനങ്ങളെയാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഓൻ്റെ വാപ്പേക്കാരം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം, അനഫീ മില്ലത്തി അബീ ഇബ്രാഹിം, ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മാർഗത്തിലാകുന്നു. അനഫീ മില്ലത്തി അബീ ഇബ്രാഹിം എന്നതിനെ നമ്മുടെ കിഴക്കൻ ഏറനാടിൻ്റെ ഭാഷയിലേക്ക് കൊണ്ടുവന്നാൽ അതിൻ്റെ അർത്ഥം എൻ്റെ വാപ്പ ആരാന്നരങ്ങൾക്ക് ഇബ്രാഹിം ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അനഫീ മില്ലത്തി അബീ ഇബ്രാഹിം. ഒരു മനുഷ്യൻ്റെ പ്രാധാന്യം ആ മനുഷ്യൻ്റെ വാപ്പയാണ്. ഏത് മനുഷ്യൻ്റെയും പ്രാധാന്യം അത് തന്നെയാണ്. അതുകൊണ്ട് ചില പ്രത്യേകമായ അടിസ്ഥാനങ്ങളെ നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മഹത്തായ ഈ സ്ഥാപനത്തിന് ചില പ്രത്യേക അടിസ്ഥാനങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ സ്ഥാപിതമായ ഒരു സ്ഥാപനം. സമസ്ത എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിക്ക് വരുന്ന ആള് ബാ അലവി വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. മഹാനവറുകൾ യമനി പാരമ്പര്യത്തിൽ കേരളത്തിൽ വന്ന രാജകീയ പ്രൗഢിയുള്ള ഒരു സയ്യിദായിരുന്നു. പഠനങ്ങൾക്ക് ശേഷം അറക്കൽ മുസ്ലിം രാജവംശത്തിനു കീഴിലായിരുന്നു മഹാനവറുകൾ ജോലി ചെയ്തിരുന്നത്. അക്കാലത്ത് സഞ്ചരിക്കാൻ കൊട്ടാരം വക സ്വന്തമായി കുതിരവണ്ടി ഉണ്ടായിരുന്നു.
മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക്. സയ്യിദ് ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ നിന്ന് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി കൊട്ടാരം വക വഴിയോരത്ത് തെങ്ങ് വെച്ച് പിടിപ്പിച്ചിരുന്നു. അത്രയും രാജകീയമായ പൗഡിയോടുകൂടി ജീവിച്ച ഒരാളായിരുന്നു മഹാനായ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ. സമസ്ത എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിക്ക് വരുന്ന ആള്, വരേണ്ട ആൾ, ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും ഒരു മതത്തിൻ്റെയും ഒരു സ്ഥാപനത്തിൻ്റെയും പ്രാധാന്യം അത് സ്ഥാപിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്ത ആളുകളുടെ പ്രത്യേകതയാണ്. ഇസ്ലാം ദീനിന്റെ പ്രത്യേകത മുഹമ്മദ് നബിയുടെ പ്രത്യേകത തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാൽ ഇസ്ലാമിനെ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് മുഹമ്മദ് നബിയെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ ആദ്യമായി വിമർശിക്കാറുള്ളതും മുഹമ്മദ് നബിയെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിനെ വിമർശിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബിയെ വിമർശിച്ചിട്ടുണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭ്രാന്താണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതിന് പരിശുദ്ധ ഖുർആൻ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ആദ്യമായി ഇറങ്ങുന്നതും മദ്ഹുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനമായി ഇറങ്ങുന്നതും മദ്ഹുൻ നബിയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന നിങ്ങൾക്ക് ഇസ്ലാമിനെ ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന ആയത്ത് ഇറങ്ങിയതിന്റെ ശേഷം പുണ്യനബിയെ മദ്ഹ് ചെയ്യുന്ന ആയത്ത് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അതുകൊണ്ട് ഇസ്ലാമിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ പ്രാധാന്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതാകുന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹല്ലുക്കും ഫിദ്ദുന്യാ ഇയ്യായ, അള്ളാഹു ദുനിയാവിൽ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതും, വഹല്ലി ഫിദ്ദുന്യാ ഇയ്യാക്കും, എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങൾ എൻ്റെ ഉമ്മത്തായതുമാകുന്നു എന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിയുടെ പ്രത്യേകത തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇസ്ലാം ദീനിനെ പഠിക്കുന്നവർ കൂടുതലായി പഠിക്കേണ്ടതും മുഹമ്മദ് നബിനെയാണ്. ഇസ്ലാമിനെ വിമർശിക്കുന്നവർ കൂടുതലായി വിമർശിക്കാറുള്ളതും മുഹമ്മദ് നബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിനെ വിമർശിക്കുന്നത് വരെ ഖുർആനിനോടുള്ള എതിർപ്പല്ല, മുഹമ്മദ് നബിയോടുള്ള എതിർപ്പാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വിമർശിക്കുകയാണെങ്കിൽ അത് അബൂബക്കർ സിദ്ദീഖിനോടുള്ള എതിർപ്പല്ല, മുഹമ്മദ് നബിയോടുള്ള എതിർപ്പാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇസ്ലാം ദീനിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിയുടെ പ്രത്യേകത തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ സമസ്തയുടെ സ്ഥാപകനായിരുന്ന ബാലവി അബ്ദുറഹ്മാൻ ഇബ്നു മുഹമ്മദ് ഹാമിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ മഹാനവർഗയുടെ പ്രത്യേകതയാണ്. കോഴിക്കോട് കടപ്പുറത്ത് കോയ റോഡ് എന്ന് പറയുന്ന ഒരു റോഡുണ്ട്. ആ കോയ ബഹുമാനപ്പെട്ട ബാലവി വരക്കൽ മുല്ലക്കോയയാണ്. വളരെ പ്രൗഢിയോടുകൂടി ജീവിച്ചൊരു മഹാനായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അറക്കൽ രാജവംശത്തിലെ രാജകുടുംബത്തിന്റെ തീരുമാനങ്ങളിലും നടപ്പെടുപ്പ് രീതികളിലും ദീനിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലായിരുന്നു മഹാനവറുകളുടെ ഒരു ഡ്യൂട്ടി. മറ്റൊരു ജോലി ഇന്ത്യ മഹാരാജ്യത്തിന് പുറത്തുള്ള മുസ്ലിം രാജാക്കന്മാരുമായി അറബിയിലും ഉറുദുവിലും പേർഷ്യൻ ഭാഷകളിലും ഇംഗ്ലീഷിലും കത്തിടപാടുകൾ നടത്തലായിരുന്നു. മലബാർ മാനുവൽ എന്ന സഞ്ചാര സാഹിത്യം എഴുതിയിട്ടുള്ള വില്യം ലോഗന് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് ഭാഷാന്തരം ചെയ്തു കൊടുത്തത് വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു. ഭാഷാ പണ്ഡിതൻ കൂടിയാണ്. ഇൽമും സിയാദത്തും ഒരുമിച്ച ആൾ.
സയ്യിദുമാണ്, ആലിമുമാണ്. അങ്ങനെ അപൂർവ ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അതിലൊരാളാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ആലിമുമായിരിക്കുക, സയ്യിദുമായിരിക്കുക. അങ്ങനത്തെ വേറൊരാളുണ്ടായിരുന്നു, മഹാനായ സയ്യിദുന ഇമാമുന ശാഫഈ. ആലിമുമാണ്, സയ്യിദുമാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആലിമുമാണ്, സയ്യിദുമാണ്. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമാ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമാ വകുന്ത ശംസം വബദ്റൻ നൂറൻ ഇൽതമാ അന്തൽ അഹഖു ലിതുദ്ആ മുഹിയുദ്ദീനി. ഒരേ സമയം സയ്യിദുമാണ്, ആലിമുമാണ് ഗൗസുൽ ആദം. അങ്ങനെ വേറൊരാൾ കൂടെ ഉണ്ടായിരുന്നു, മഹാനായ സയ്യിദുന അഹ്മദ് അൽ കബീർ റിഫായി. ചരിത്രത്തിൽ അങ്ങനെയുള്ള ആൾക്കാർ അപൂർവമാണ്. അതിൽപ്പെട്ട ഒരാളാണ് ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന ആള്. ഇൽമും സിയാദത്തും ഒരുമിച്ചാൾ. മുല്ലക്കോയ തങ്ങൾ പാപ്പാക്ക് മൂന്നാമത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒന്ന് ആലിമാണ്, രണ്ട് സയ്യിദാണ്. മൂന്നാമത്തെ പ്രത്യേകത മഹാനവർകൾ അബ്ദാലന്മാരിൽപ്പെട്ട ഒരു വലിയായിരുന്നു എന്നതാണ്. ഒരിക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പാന്റെ അടുത്ത് കുന്നംകുളത്തുകാരായ കുറെ ആളുകൾ ഹജ്ജിന് പോകുമ്പോൾ യാത്ര പറയാൻ വേണ്ടി വന്നത് മുല്ലക്കോയ തങ്ങൾ മുതൽ സംഷുൽ ഉലമ വരെ എന്ന ഇസ്ലാമിക് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. കുന്നംകുളത്തുകാരായ കുറച്ച് ആൾക്കാർ മുല്ലക്കോയ തങ്ങളെടുത്ത് ഹജ്ജിന് പോകുമ്പോൾ യാത്ര പറയാൻ വേണ്ടി വന്നു. യാത്രയൊക്കെ പറഞ്ഞ് ദ്വാരന്ന് യാത്ര അയക്കുന്ന സമയത്ത് മുല്ലക്കോയ തങ്ങൾ ചോദിച്ചു, നിങ്ങളടുത്ത് തോന പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഓല് പറഞ്ഞു, അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ട് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എൻ്റെ ഇവിടെ ഒരു പുതിയ അഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആ പുതിയ അമ്മേനെയും കൂടി നിങ്ങൾ ഒന്ന് ഉംറക്ക് ഹജ്ജിന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. ഓല് പറഞ്ഞു, കൊണ്ടുപോയിക്കോളാറ്. മുല്ലക്കോയ തങ്ങളെടുത്ത് പുതിയ അഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പുതിയ അഹമ്മദ് ഉണ്ടാകുമ്പോൾ ഒരു പഴയ അഹമ്മദ് ഉണ്ടാവുമല്ലോ. ഉണ്ട്. പുതുവിശ്വാസിയായ ഒരു അഹമ്മദ് ഉണ്ട്. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു മുല്ലക്കോയ തങ്ങളെടുത്ത് വന്നിട്ട്. അപ്പൊ തങ്ങൾ പാപ്പ അദ്ദേഹത്തോട് ചോദിച്ചു, എനക്കെന്താ പേരിടണ്ട് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എനിക്ക് അഹമ്മദ് എന്ന് പേരിട്ടാ മതി പറഞ്ഞു. അപ്പൊ അവിടെ കാര്യസ്ഥനായ ഒരു അഹമ്മദ് വേറെ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ട് അഹമ്മദും കൂടി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് പുതിയ അഹമ്മദ് എന്ന് പേരിട്ടു. ഒരാൾ അഹമ്മദും ഒരാൾ പുതിയ അഹമ്മദും. ഒരാൾ പഴയ അഹമ്മദ് അല്ല, ഒരാൾ അഹമ്മദ്, ഒരാൾ പുതിയ അഹമ്മദ്. അങ്ങനെ പേരിട്ടു. എന്റെ പുതിയ അഹമ്മദിനൊന്ന് കൊണ്ടുപോകാൻ പൈസ ഉണ്ടോന്ന് ചോദിച്ചു. ഓല് പറഞ്ഞു, കൊണ്ടുപോയിക്കോളാറ്. അങ്ങനെ ഓല് കൊണ്ടുപോയി. പുതിയ അമ്മേൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല. നാട്ടുകാരിങ്ങനെ ചെറിയ പൈസയൊക്കെ സംഭാവന കൊടുത്ത്, ചായ പൈസ കൊടുത്തിട്ട് പുതിയ അഹമ്മദ് പുതുവിശ്വാസിയാണ്, ഹജ്ജിന് പോയി. പരിശുദ്ധമായ മക്കയിൽ ചെന്ന് ഹജ്ജ് കർമ്മം നിർവഹിച്ചു. മദീനയിൽ പോയി സിയാറത്തും കഴിഞ്ഞ് കുന്നംകുളത്തുകാര് മടങ്ങിപ്പോരാനൊരുങ്ങുമ്പോ പുതിയ അഹമ്മദ് പറഞ്ഞു, ഞാൻ തൽക്കാലം നാട്ടിക്കില്ല എന്ന് പറഞ്ഞു. വലിച്ചോണ്ടാനൊന്നും നിർവാഹമില്ലാത്തതുകൊണ്ട് ഓല് മടങ്ങി. പുതിയ അഹമ്മദ് അവിടെ പെട്ടു. കുറെ കാലം കഴിഞ്ഞ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ അറക്കൽ രാജകുടുംബത്തിന്റെ കൂടെ ഹജ്ജിന് പോയി. ബോംബെയിൽ പോയി കപ്പൽ വിളിച്ച് യാത്ര ചെയ്തു. പരിശുദ്ധമായ മക്കയിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിച്ചു. മദീനയിൽ പോയി സിയാറത്ത് കഴിഞ്ഞ് റൗള ഷരീഫിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാല് നിലത്ത് തട്ടാതെ സ്പീഡിൽ നടന്നുകൊണ്ട് ഒരാൾ വന്ന് പറഞ്ഞു, അസ്സലാമു അലൈക്കും, ഇന്ന മനസ്സിലായോ എന്ന് ചോദിച്ചു. മുല്ലക്കോയ തങ്ങൾ വാപ്പ ചോദിച്ചു, പുതിയ അഹമ്മദ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കുലമ്പുക്കെ പുതിയ ഇസ്ലാമിനെ അബ്ദാലന്മാരാക്കി മാറ്റി അയച്ചോവർ. മൊയ്യദ്ദിമാലയിലുള്ളതാണ്. എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. പുതിയ അഹമ്മദ് പറഞ്ഞു, ഞാന് ളുഹ്ർ നിസ്കാരത്തിന് ബൈത്തുൽ മുഖദ്ദസിലായിരുന്നു. അസർ നിസ്കാരത്തിന് മദീനയിലെ പള്ളിയിലെത്താൻ വേണ്ടി വന്നതാണ്. അവിടുന്ന് സമ്മതിക്കുകയാണെങ്കിൽ മഗ്രിബിക്ക് മക്കയിലെ ഹറമിലേക്ക് എത്തണമെന്നുണ്ട് പറഞ്ഞു. പൊയ്ക്കോ പറഞ്ഞു. സലാം പറഞ്ഞ് യാത്രയായി. അതുകൊണ്ടാണ് മുല്ലക്കോയ തങ്ങൾ പാപ്പ
സയ്യിദാണ്, ആലിമാണ്, അതോടൊപ്പം അബ്ദാലന്മാരിൽപ്പെട്ട ഒരു വലിയ കൂടിയായിരുന്നു. സമസ്തയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മുല്ലക്കോയ തങ്ങളുടെ പ്രത്യേകത എന്താണോ അതന്നെയാണ് സമസ്തയുടെയും പ്രത്യേകത. ഏത് കാര്യമാണെങ്കിലും അങ്ങനെയാണ്. എന്തിനാ നമ്മളെല്ലാ പരിപാടിയും മാറ്റിവെച്ചിട്ട് ദാറുൻ നജാത്തിന്റെ വാർഷികത്തിന് വന്നത്? ദാറുൻ നജാത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ KT മാനു മുസ്ലിയാരുടെ പ്രത്യേകത എന്താണോ അതന്നെയാണ് ദാറുൻ നജാത്തിന്റെ പ്രത്യേകത. അപ്പൊ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ദാറുൻ നജാത്തിന്റെ വാർഷികത്തിൽ നമ്മൾ അനുസ്മരിക്കുന്ന ഒരാൾ ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പയാണ്. എല്ലാ നിലയിലും തികഞ്ഞ ഒരു മനുഷ്യൻ. ഒരു കാലഘട്ടത്തിലെ മുസ്ലിങ്ങളായ കേരളീയ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകിയ ആൾ. മാനവർക്ക് മക്കളുണ്ടായിരുന്നില്ല. മുല്ലക്കോയ തങ്ങൾ പാപ്പം മക്കളില്ല. കല്യാണം ഒന്നിലധികം കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നിലും മക്കളില്ല. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വളർത്തുപുത്രനായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അതുകൊണ്ട് തന്നെ മുല്ലക്കോയ തങ്ങൾ പാപ്പാന്റെ വഫാത്തിന് ശേഷം കേരളീയ മുസ്ലിം നേതൃത്വം ബാഫഖി തങ്ങളിലേക്ക് നീങ്ങി. രണ്ടാമത്തത് ദാറുൻ നജാത്ത് അനുസ്മരിക്കുന്നത് സുലൈമാൻ മൂല്യരാണ്. പുതിയറ സുലൈമാൻ മൂല്യര് അലി ഹസൻ മൂല്യരുടെ സുഹൃത്തായിരുന്നു. പുതിയറ സുലൈമാൻ മൂല്യര് അടിസ്ഥാനപരമായി മംഗലാപുരത്തുകാരനാണ്. പുതിയറയിലാണ് മഹാനവർകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ജീവിതകാലത്ത് കരുവാരക്കുണ്ടിൽ വരാറുണ്ടായിരുന്നു. ചന്തയിൽ വരും, കലം വാങ്ങും. ഒരു കലത്തുമ്പ എറിഞ്ഞിങ്ങാണ്ട് മറ്റേ കലം ഉടക്കും. അങ്ങനെ ഉടച്ചിങ്ങാണ്ട് പറഞ്ഞതാണ് കാട് പോയി നാട് വരട്ടെ. അതാണ് ദാറുൻ നജാത്ത്. രണ്ടാമത് അനുസ്മരിക്കുന്ന ആള് മഹാനായ പുതിയറ സുലൈമാൻ മൂല്യരാണ്. ഇനി മൂന്നാമത്തെ ഒരാളുണ്ട്, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നമ്മുടെ പുത്തനത്താണിക്കടുത്ത് ബാഫഖി യത്തീം ഖാനയും ഉണ്ടാകുന്നത്. വളവന്നൂർ ബാഫഖി യത്തീം ഖാനയും ഉണ്ടാകുന്നത്. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരായിരുന്നു അതിന്റെ പ്രസിഡന്റ്. വളവന്നൂർ ബാഫഖി യത്തീം ഖാനക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. റസീവർമാരില്ലാത്ത സ്ഥാപനമാണ് വളവന്നൂർ ബാഫഖി യത്തീം ഖാന. അവിടെ ആവശ്യമായ ചെലവുകൾ എല്ലാ വർഷവും എങ്ങനെയൊക്കെയായി അങ്ങോട്ട് എത്തിച്ചേരുമെന്നതാണ്. ബാപ്പു മുസ്ലിയാർ പറഞ്ഞതാണ് ഇവിടേക്ക് ആവശ്യമായതൊക്കെ ഇങ്ങോട്ട് വന്നോളും എന്ന്. വളവന്നൂർ ബാഫഖി യത്തീം ഖാന ബാപ്പു മുസ്ലിയാർ സ്ഥാപിച്ചു. അത് പടിഞ്ഞാറൻ മലപ്പുറം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശത്താണ്. ബഹുമാനപ്പെട്ട KT മാനു മുസ്ലിയാർ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെ കാണാൻ വേണ്ടി ചെന്നപ്പോ വാപ്പോലിയരോട് പറഞ്ഞു, കിഴക്കൻ ഏറനാട്ടിൽ മുസ്ലിങ്ങൾക്കൊരു സ്ഥാപനമൊന്നുമില്ല, പടിഞ്ഞാറൻ മലബാറില് നിങ്ങൾ സ്ഥാപനമുണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് നേരത്തെ പുത്തനഴി ഉസ്താദ് പറഞ്ഞ ചൂടുള്ള ചായ കൊടുത്തത്. ആ ചായയാണ് ദാറുൻ നജാത്ത് എന്ന് പറയുന്ന സ്ഥാപനം.